ചെന്നൈയിലെ അണ്ണാ സർവകലാശാലയിൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച സംഭവത്തിലെ പ്രതി അറസ്റ്റിൽ. യൂണിവേഴ്സിറ്റിക്ക് സമീപം വഴിയോരക്കട നടത്തുന്ന ജ്ഞാനശേഖരനെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതിയുടെ ഫോണിൽ നിന്ന് നിരവധി സ്ത്രീകളുടെ നഗ്ന ദൃശ്യങ്ങൾ ലഭിച്ചു. ക്യാമ്പസിനുള്ളിൽ വെച്ച് പീഡിപ്പിച്ച ശേഷം ദൃശ്യങ്ങൾ പകർത്തിയെന്നായിരുന്നു വിദ്യാർത്ഥിനിയുടെ പരാതി. യൂണിവേഴ്സിറ്റിക്ക് സമീപത്തായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി വഴിയോരക്കട നടത്തുന്നയാളാണ് ജ്ഞാനശേഖരൻ. സംഭവം നടന്ന ദിവസം മതിൽ ചാടി പ്രതി ക്യാമ്പസിനകത്ത് കടന്നെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. സംഭവസ്ഥലത്തെ CCTV പ്രവർത്തനരഹിതമായത് പോലീസിനെ കുഴക്കിയിരുന്നു. ക്യാമ്പസിന് പിൻവശത്തെ ഒരു CCTV ദൃശ്യവും മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നിർണായകമായി. നിരവധി സ്ത്രീകളുടെ നഗ്ന ദൃശ്യങ്ങൾ ഇയാളുടെ ഫോണിൽ നിന്ന് ലഭിച്ചു. ഇയാൾക്കെതിരെ 15 കേസുകൾ നിലവിലുണ്ട്. കേസിൽ മറ്റു പ്രതികളില്ലെന്നാണ് പോലീസിന്റെ നിഗമനം. 2 ദിവസം മുൻപ് രാത്രി സുഹൃത്തുമായി ക്യാമ്പസിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെൺകുട്ടി പീഡനത്തിനിരയായത്. പ്രതി മുഖം മൂടി വെച്ചതിനാൽ തനിക്ക് ആളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പെൺകുട്ടി മൊഴി നൽകിയിരുന്നു. ക്യാമ്പസിൽ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് SFI ആവശ്യപ്പെട്ടു. இன்னொன்று தமிழ்நாட்டினுடைய காவல்துறை கைது பண்ணியிருக்கேன்னு சொல்கிறாங்க. விசாரணை குழுவை உயர்கல்வித்துறை அமைச்சிருக்கேன்னு சொல்கிறாங்க. இது என்னன்னா ஒரு கண் துடைப்பு நாடகத்துக்காக தான் இருக்குது. ஏன்னா நேற்று நடந்திருக்கு, கம்ப்ளைண்ட் கொடுத்துருக்காங்க, ஒருத்தர் அரெஸ்ட் பண்ணியிருக்காங்க, இன்னொருத்தர் யாருன்னு இப்போதைக்கு தெரியல. விசாரணை குழுன்னு பேசிக்கிட்டு இருக்காங்க. സംഭവത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം സർക്കാരിനെ വിമർശിച്ച് രംഗത്തെത്തി. ക്യാമ്പസിലെ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഗോവി ചെഴിയാൻ പറഞ്ഞു. പതിയാത്ത CCTVകളും തെളിയാത്ത ലൈറ്റുകളും ഒപ്പം കാട് മൂടിക്കിടക്കുന്ന ക്യാമ്പസും. ദൂരെയെങ്ങുമല്ല, രാജ്ഭവന് നേരെ എതിർവശം. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ വീട്ടിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം ദൂരം. പ്രതികളെ പിടിക്കുന്നതിനപ്പുറം ക്യാമ്പസിൻ്റെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം സ്ത്രീ സുരക്ഷയിൽ ഊറ്റം കൊള്ളുന്ന സർക്കാരിനുണ്ട്. ക്യാമ്പസിൻ്റെ മുന്നിൽ നിന്നും ക്യാമറാമാൻ ശ്രീകാന്ത് ഗൗരീശപട്ടത്തിനോടൊപ്പം മുഹമ്മദ് റഹീസ്, 24.